പ്രൈസ് ലോർഡ്. വീണ്ടും നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കാണാനും ശുശ്രൂഷിക്കാനും ദൈവത്താൽ ഒരുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ തുടർമാനമായിട്ട് നടക്കുന്ന കർത്താവിൻ്റെ വചന പഠനത്തിലേക്ക് പ്രത്യേകാൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. വലിയ റെസ്പോൺസുകൾ ഈ വീഡിയോകളിൽ പരിശുദ്ധാത്മാവ് പലരുടെ ലൈഫിൽ ചെയ്യുന്നു എന്നറിയാൻ കഴിയുന്നതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ പ്രവചന ദൂത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമായി തീരും. ഒരു ദൈവശബ്ദത്തിൻ്റെ തുടർഭാഗമായിട്ടാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ആയതിനാൽ തന്നെ അടുത്തുള്ള ഇതിന് ശേഷമുള്ള ഭാഗങ്ങളും ശ്രദ്ധയോടെ ദൈവവചന ഭാഗവുമായിട്ട് ധ്യാനിക്കുവാൻ കർത്താവിൽ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വന്ദനവും സ്വാഗതവും ചെയ്യുന്നു. പൈശാചിക ലോകത്തെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ഓരോ തിരിച്ചറിവും ഒരു ദൈവ പൈതലിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വെളിച്ചമാണ്. യുദ്ധം ചെയ്യുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിൽ ആത്മലോകത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നൊരു കാര്യമാണ്. ബലാത്കാരികളാകുക എന്ന കർത്താവിൻ്റെ വചനം നമ്മെ നോക്കി ഭയങ്കരമായി പഠിപ്പിക്കുന്ന ഒരു ആത്മീക ഉപദേശമാണ്. എന്നാൽ ആരോട് യുദ്ധം ചെയ്യുന്നു, എന്തിന് യുദ്ധം ചെയ്യുന്നു എന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ വലിയ വിജയം നമുക്ക് നേടുവാൻ കഴിയൂ. ചെറിയ പഴുതുകൾ പോലും നഷ്ടമായാൽ അത് വലിയ പരാജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യതകളുണ്ട്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന ദൈവവചന ഭാഗവുമായി വീണ്ടും നമ്മൾ മുൻപിലോട്ട് പോകുകയാണ്. പലപ്പോഴും പൈശാചിക ലോകത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യങ്ങൾ പലപ്പോഴും പരിമിതികളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മറൈൻ സ്പിരിറ്റ് എന്നുള്ള ഒരു ദൈവിക ദൂതിൻ്റെ വെളിപ്പാടിലേക്കാണ്. മറൈൻ സ്പിരിറ്റ് പൈശാചിക ലോകത്തിൽ അതിശക്തമായി കാണപ്പെടുന്ന ഒരു ഡെവിളിഷ് ഏരിയയാണ് മറൈൻ സ്പിരിറ്റ്. വെള്ളത്തിൽ അധിവസിക്കുന്ന പൈശാചിക അധികാരം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായവും വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്തെ കുറച്ചും കൂടെ അധികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പദം വിദ്രുത സർപ്പം എന്ന മഹാസർപ്പം, ലിബ്യാദാൻ എന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ പറ്റും. വിദ്രുത സർപ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ സംസാരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വിദ്രുത സർപ്പം. ഇത് വെള്ളത്തിന് അകത്തു വാഴുന്ന ഒരു പൈശാചിക ശക്തിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി നിങ്ങളോട് പറയുമ്പോൾ ഇതുമൂലം അനുഭവിക്കുന്ന പൈശാചിക വ്യഥകളിൽ നിന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ വലിയ സ്വാതന്ത്ര്യം ദൈവം നൽകാനിടയായിത്തീരും. ഈ പൈശാചിക വ്യാപാരം ഏറ്റവും അധികമായി വാഴുന്നത് വെള്ളത്തിലെ സാത്താന്യ സ്ഥലമാണത്. പൈശാചിക ലോകത്തിൻ്റെ സാത്താന്യ വാസസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വെള്ളം, മറൈൻ ശക്തികളാണ്. ഇത് വെള്ളത്തിനകത്തു വാഴുകയും സകല പൈശാചിക ഭൂത ശക്തികളുടെയും തലവനായി തുടരുകയും ഇസബേലിയ ശക്തികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു ദുർഭൂത ശക്തിയാണ് മറൈൻ സ്പിരിറ്റ്. അധികമായിട്ടും ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടും വെള്ളങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെയാണ് ഈ പൈശാചിക ലോകം അധികമായി പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ വളരെ ശാന്തമായി 1-2 ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കിംഗ് ഉണ്ടോ എന്നുള്ളതിനെ ഒന്ന് വ്യക്തമായി ആത്മാവിൽ പരിശോധിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വഞ്ചനകളെ പ്രോത്സാഹിപ്പിച്ച് വെള്ളത്തിൽ മത്സരിക്കുന്ന ഒരു ഭൂതശക്തിക്ക് നിന്നുകൊണ്ടാണ്, ഭൂതശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവൻ പ്രവർത്തിക്കുന്നത്. ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ എന്നുള്ളത് വഞ്ചിക്കുക എന്നുള്ളതാണ്. വഞ്ചന എന്നുള്ളതാണ് ഇവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അതുകൊണ്ട് തന്നെ ബൈബിൾ വഞ്ചിക്കപ്പെടരുത്, വഞ്ചനയിൽ കുടുങ്ങരുത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഏതൊരു ഭാഗത്തിൻ്റെയും പുറകിൽ മറൈൻ സ്പിരിറ്റിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനകത്ത് ഏതെങ്കിലും മേഖലയിൽ സൗഹൃദങ്ങൾക്കകത്തോ ശുശ്രൂഷകൾക്കകത്തോ സാമ്പത്തിക ഇടപാടുകൾക്കകത്തോ ബിസിനസ്സുകൾക്കകത്തോ അതുപോലെ തന്നെ കുടുംബജീവിതത്തിനകത്തോ എണ്ണിയാൽ ഒതുങ്ങാത്ത വിഷയങ്ങളിൽ എവിടെങ്കിലും വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, ഞാൻ ആത്മാർത്ഥമായി നിന്നിട്ടും ഞാൻ വഞ്ചിതരായി എന്ന മേഖലകൾ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ മറൈൻ ശക്തികളുടെ സ്പിരിറ്റ് അറ്റാക്കിംഗ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് വഞ്ചനയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതിനേക്കാൾ മറൈൻ ശക്തികളെ ജയിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ആ മേഖലയിൽ വലിയ വിജയം നിങ്ങൾക്ക് നേടുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് വാസ്തവത്തിൽ ഈ ശക്തികൾക്കെതിരെ അതിശക്തമായി
ശക്തമായ രീതിയിലാണ് ദൈവം പ്രതികരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നതിനാൽ വലിയ കഷ്ടത്തിലും ആക്കിക്കളയും. അവരുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂക്കളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. മറൈൻ സ്പിരിറ്റിനെതിരെയുള്ള, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മറൈൻ സ്പിരിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ജസബേലിയ സ്പിരിറ്റിനെതിരെയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. മഹാകഷ്ടത്തിൽ ഞാൻ ആക്കിക്കളയും. എല്ലാ രോഗത്തിൻ്റെ പുറകിലും വ്യാപരിക്കുന്ന ദൈവീക കരം ഉണ്ട്. ദൈവം സൗഖ്യമാക്കും എന്ന അത്ഭുതകരമാണത്. പക്ഷേ എല്ലാ രോഗത്തിൻ്റെയും പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരും. ഈ സ്പിരിറ്റിനെതിരെ ദൈവം അതിശക്തമായി മഹാകഷ്ടത്തിൽ ദൈവം ആക്കിക്കളയും എന്നുള്ളൊരു അതിശക്തമായ ദൂതാണ് ഈ ഭാഗത്തിനകത്തുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സ്പിരിറ്റ് ഒരാളിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്, മറൈൻ സ്പിരിറ്റ് ഒരാളിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2-3 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയാം. അതിൽ ഒന്നാണ് വഞ്ചിക്കപ്പെടുക എന്നുള്ള അവളുടെ വാള്. ഇതിൽ 2 പ്രധാനപ്പെട്ട ഭാഗം കൂടെ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. മറൈൻ സ്പിരിറ്റ് പ്രധാനമായും വ്യക്തികളുടെ സ്നേഹം എന്ന ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ കൈകടത്തുന്ന ഒരു ശക്തിയാണ്. സ്നേഹബന്ധങ്ങളിൽ കൈകടത്തും. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് ദുർബലമായ സ്നേഹത്തിൽ കുടുക്കുക എന്നുള്ളത്. ദുർബലമായ സ്നേഹത്തിൽ. ഞാനൊരു പദം പറയാം. ദൈവം നിന്നെ കണ്ടിരിക്കുന്ന ലൈഫിലെ പ്രോസസ്സിങ്ങിനകത്ത് എത്തിച്ചേരേണ്ടാത്ത എല്ലാ സ്നേഹങ്ങളും ദുർബലമായ സ്നേഹങ്ങളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ വരുന്ന അനാവശ്യമായ റിലേഷൻഷിപ്പുകൾ, വ്യക്തിപരമായി നമ്മുടെ ലൈഫിൽ അടുത്തു വരുന്ന ദൈവഹിതം അല്ലാതെ ദൈവം നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ദുർബലമായ സ്നേഹങ്ങൾ, ദൈവം നിന്റെ ലൈഫിൽ കണ്ടിരിക്കുന്ന പ്രോസസ്സിങ്ങിൻ്റെ പൂർണ്ണതകളിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയാതെ പകുതിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ദുർബലമായ സ്നേഹങ്ങൾ, അത് ഒരു മറൈൻ സ്പിരിറ്റിൻ്റെ അതിശക്തമായ അറ്റാക്കിംഗ് ആണ്. ഏറ്റവും കൂടുതൽ മമത ഉണ്ടാക്കുക, ആഴത്തിലെ കരുതൽ ഉണ്ടാക്കുക, വല്ലാത്തൊരു അടുപ്പം ഉണ്ടാക്കുക, ഒരു ലോങ് ജേണിയിൽ കൂടെ കാണും എന്ന് കരുതി എമർജൻസിയായി നമ്മുടെ ലൈഫിൽ വന്ന് അതിനേക്കാൾ എമർജൻസിയായി ലൈഫ് വിട്ടു പോകുക. അതിന് പുറകിൽ വ്യാപരിക്കുന്ന ദുർബലമായ, കാഠിന്യമുള്ളതല്ല, ദുർബലമായ സ്നേഹം പിശാച് കൊണ്ടുവരുന്നു. അതിന് പുറകിൽ ഒരു മറൈൻ സ്പിരിറ്റിന്റെ ശക്തിയുണ്ട്. രണ്ടാമത്തത് നിയന്ത്രിതമല്ലാത്ത സ്നേഹം എന്നുള്ളതാണ്. ഇത് രണ്ടും 2 വ്യത്യസ്ത ആശയമാണ്. മറൈൻ സ്പിരിറ്റ് ഒരാളുടെ ലൈഫിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ സംഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഒന്ന്, ദുർബലമായ സ്നേഹം കൊണ്ടുവരിക. 2, നിയന്ത്രിതമല്ലാത്ത സ്നേഹം കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്താണ് ഈ നിയന്ത്രിതമല്ലാത്ത സ്നേഹം എന്നുള്ളത്? നിയന്ത്രിതമല്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിക്കപ്പെട്ടതിന് മുകളിൽ ദൈവീക കാര്യങ്ങൾക്കും ദൈവീക പർപ്പസിന് മുകളിൽ സ്നേഹത്താൽ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ആത്മീക കാര്യങ്ങളെക്കാൾ അപ്പുറത്ത് നമുക്ക് ലൈഫിൽ പ്രാധാന്യം നൽകുന്ന ഏതൊരു സ്നേഹത്തിൻ്റെയും പുറകിൽ, അത് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളാകാം, കുടുംബജീവിതമാകാം, ഏതൊരു സ്നേഹത്തിൻ്റെയും പുറകിൽ മറൈൻ സ്പിരിറ്റിന്റെ സ്വാധീനം വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്താണ് ഈ 2 മേഖലകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ജീവിതത്തിലെ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും സമ്പത്തിനെയും എടുത്തുകൊണ്ടു പോകുക എന്നുള്ളതാണ്. ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി, ഈ 3 മേഖലകളിൽ പരാജയം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വ്യക്തികളാണെന്ന് നമുക്ക് പറയാം, ചിലർ വഞ്ചിക്കപ്പെട്ടതാണെന്ന് പറയാം, ബിസിനസ്സിനുണ്ടായ പരാജയമാണെന്ന് പറയാം, സ്നേഹിച്ചവർ തമ്മിൽ ഇട്ടിട്ട് പോയപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടാണെന്ന് പറയാം. പക്ഷേ 100% ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അതിന് പുറകിൽ വ്യാപരിക്കുന്ന മറൈൻ ശക്തികളെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആധികാരികമായ ജയം നിന്റെ ലൈഫിൽ ഉണ്ടാകും.
ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഫൈറ്റിനെ കർത്താവിൻ്റെ രാത്രിയിൽ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. മറൈൻ സ്പിരിറ്റിൻ്റെ അറ്റാക്കുകൾ, ദുർബലമായ സ്നേഹം പലരുടെയും ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന്, റൈറ്റ് ട്രാക്കുകളിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുന്ന, അനാവശ്യ ബന്ധങ്ങളിൽ അവരെ കുരുക്കുന്ന എല്ലാ ലോക്കുകളിൽ നിന്നും യേശുവിൻ നാമത്തിൽ ഒരു വിജയത്തെ പ്രഖ്യാപിക്കുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.